ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നേക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നേക്കുന്നത്. നമ്മളിത് ഈ ഒരു സാമ്പാർ ചെറുപയറും കൊണ്ടാണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ധാരാളം ചോറുണ്ണും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി സാമ്പാർ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു സാമ്പാർ തയ്യാറാക്കാനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ബൗളിലോട്ട് ഒരു അര കപ്പ് ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ചെറുപയർ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു കുക്കറിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുക്കറിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 4 to 5 വിസിൽ വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറുപയർ നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഞാനൊരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ട് സ്മാഷ് ആവുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ഈ ഒരു ചെറുപയർ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കടായി എടുക്കാം. കടായിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ നന്നായിട്ട് ഇന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ഉലുവ ചേർക്കാം. ഉലുവ ഏകദേശം നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂണ് കടുകും കൂടെ ചേർക്കാം കേട്ടോ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ചേർക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം നമുക്കിതിലോട്ട് 2 വത്തലമുളക് ഞാനിവിടെ ഞുറുക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. അതിന് ശേഷം ഒരു 5-6 വെളുത്തുള്ളിയും കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ക്രിസ്പ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2 പച്ചമുളക് ഞാനിവിടെ ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ഞാൻ ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഗോൾഡൻ ഷെയ്ഡ് ആവുമ്പോൾ ആ ഒരു ടേസ്റ്റ് പ്രത്യേക ഒരു ടേസ്റ്റാണ്. സോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്താം. ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവോള ഏകദേശം ഈ ഒരു രീതിയിൽ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് നമ്മുടെ മത്തങ്ങ ആഡ് ചെയ്യാം. മത്തങ്ങ ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ചെറുപയർ സാമ്പാറിന് വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് മത്തങ്ങ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് നമ്മുടെ മുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും ഭാഗം നമുക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ആ മസാലകളുടെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു മസാല നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം ഓയിൽ റിലീസ് ആവുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓയിൽ ഏകദേശം റിലീസ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്ക് തീരെ നൈസായിട്ട് ഞുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിക്ക് അധികം വെന്ത് അതായത് നമ്മുടെ ഉടങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതുപോലെ കുക്കായതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു ചെറിയ പീസ് നമ്മുടെ പുളി ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ സാമ്പാർ പുളിയില്ലേ, അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ഒരു 1/4 കപ്പോളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രേവിയുടെ അനുസരിച്ച് നമുക്കിതിലോട്ട് നല്ല തിളച്ച വെള്ളം നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, നന്നായിട്ട് ഓയിലെല്ലാം റിലീസായിട്ട് നന്നായിട്ടൊന്ന് ബോയിലായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ സമയത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം ഈ വകയെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ സാമ്പാർ പൗഡറും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലേവറാണ്. നമ്മുടെ സാമ്പാർ മസാലയും കൂടെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ബോയിൽ ആയതിനു ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമ്മുടെ ശർക്കര ആഡ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഈ ഒരു കറി. നമ്മൾ ഈ ഒരു സാമ്പാറിൽ ഈ ഒരു ശർക്കര ആഡ് ചെയ്യുമ്പോഴത്തേനും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. പുളിയും ചെറിയ രീതിയിൽ ഒരു മധുരം വരുമ്പോഴത്തേക്കിന് ഒരു
പ്രത്യേക ഒരു ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബോയിൽ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിൽ ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സർവിങ് ബൗളിലോട്ട് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചെറുപയറും കൊണ്ട് തയ്യാറാക്കിയ ഈ ഒരു സാമ്പാർ നമ്മൾ പെർഫെക്റ്റ്ലി റെഡി ആയിട്ട് നമ്മുടെ സർവിങ് ബൗളിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ ഒപ്പം നമ്മുടെ ഈ ഒരു ചെറുപയറിൻ്റെ സാമ്പാറും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ വളരെ ടേസ്റ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കുട്ടികൾക്കും ലഞ്ച് ബോക്സിലും മുതിർന്നവർക്കാണെങ്കിലും ലഞ്ച് ബോക്സിനൊക്കെ നമുക്ക് കൊടുത്തു വിടാൻ പറ്റിയൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഡിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തതിൻ്റെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി and keep smiling. Thank you for watching and bye bye.